ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇഫ് യു ഫെൽ ഡൗൺ യെസ്റ്റർഡേ സ്റ്റാൻഡ് അപ്പ് ടുഡേ. വീൽസ് പറഞ്ഞ വാക്കുകളാണ്. നമ്മൾ ഇന്നലെ വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എഴുന്നേറ്റ് നിന്ന് തന്നെ ആവണം, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് എന്നും അത് ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. വി ഹാവ് ടു മൂവ് ഓൺ. എങ്കിലേ നമുക്ക് ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്, ശരിക്കും ഒരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കുമാണ്. പലർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് പഴയ ആൾക്കാർക്ക്. കാര്യം അവരെപ്പോഴും പറയാറുണ്ട്, ഞങ്ങളും പണ്ട് ഒരുപാട് പ്രസവിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളാരും ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും ഇല്ലല്ലോ എന്നും. എന്നാൽ ഇന്നത്തെ കുട്ടികളിൽ ഇത് ഒരുപാടായി കാണപ്പെടുന്നുണ്ടല്ലോ, അതെന്താണെന്ന് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും ഉള്ള ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഇത് നമുക്ക് ഹോർമോൺ വേരിയേഷൻ കൊണ്ടാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടാറ്. നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോൺ വേരിയേഷൻ മൂലം നമ്മുടെ മൂഡും കാര്യങ്ങളും ഒക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നു. അപ്പോൾ അത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, അങ്ങനെ 3 സ്റ്റേജിൽ നമുക്കിതിനെ കാണാം. മൈൽഡ് ആണെങ്കിൽ ചെറിയ ചെറിയ മൂഡ് സ്വിങ്സുകളൊക്കെ കാണത്തുള്ളൂ. അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, അങ്ങനെ ചെറിയ ചെറിയ മൂഡ് സ്വിങ്സുകൾ. അത് നമുക്ക് ജസ്റ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കും, ഭയങ്കര രീതിയിലോട്ട് പോവില്ല. എന്നാൽ മോഡറേറ്റിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാവരോടും എക്സ്ട്രീം ലെവലിൽ ദേഷ്യപ്പെടുക, ഒരു ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമുക്ക് ദേഷ്യം സ്വയമേ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുക, ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക, എപ്പോൾ നോക്കിയാലും ഒരു സാഡ് ലുക്ക്, അങ്ങനെ ഇങ്ങനെ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് അല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ. ഇനി ഇതിൻ്റെ എക്സ്ട്രീം, അതായത് സിവിയർ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഈ പോസ്റ്റ്പാർട്ടത്തിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു സ്റ്റേജ്. അതായത് കുഞ്ഞിനെ കെയർ ചെയ്യാനായിട്ട് ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. ഈവൻ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും അവർ താല്പര്യം കാണിക്കാറില്ല. എന്ന് മാത്രമല്ല, കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസിയും ഭയങ്കരമായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ ഇവർക്ക് ഒരുപാട് ഹാലൂസിനേഷൻ, അതായത് ഇവർ ഒരുപാട് ഒന്നുമില്ലാതെ തന്നെ ആൾക്കാർ വന്ന് ഇവരോട് സംസാരിക്കുന്നത് പോലെ തോന്നുക, കുറേ ഒച്ചകൾ, ബഹളങ്ങൾ, കൂവൽ, വിളികളൊക്കെ ഒന്നും ഇല്ലാതെ തന്നെ ഇവർ കേൾക്കുക, ഇവർ ഇമാജിൻ ചെയ്യുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവർ കേൾക്കുക. ഇതൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അതുപോലെ ആത്മഹത്യ ചെയ്യാനുള്ള സൂയിസൈഡൽ തോട്ട്സൊക്കെ ഒരുപാടായിട്ട് ഇവരിൽ കാണപ്പെടാറുണ്ട്. ഇനി നമുക്ക് ഇതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഫാമിലീസിനൊക്കെ ഇതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം, അല്ലേ? നമ്മൾ ഈ പഴയ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം ഉണ്ടല്ലോ, ഹസ്ബൻഡിനെ കൂടെ നിൽക്കാൻ അനുവദിക്കാതിരിക്കുക. അതാണ് ആദ്യം മാറ്റേണ്ടത്. വൈഫിനെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കി നിർത്താൻ പറ്റുന്നത് നമ്മുടെ ഒരു പാർട്ട്ണർക്കാണ്, അല്ലേ? ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണം രണ്ടുപേർക്കും. രണ്ടുപേരും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ റെസ്പോൺസിബിളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഹസ്ബൻഡിനെ കൂടെ നിൽക്കാനായിട്ട് അനുവദിക്കുക. അത് അവർക്ക് ഭയങ്കരമായ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിരിക്കും. അതായത് ഹസ്ബൻഡ് കുഞ്ഞിനെ കളിപ്പിക്കുന്ന കാണുക, ഹസ്ബൻഡ് ഇവരെ വന്നിരുന്നിട്ട് ഇവരെ കെയർ ചെയ്യുന്നത് കാണുക, ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കണം. ഹസ്ബൻഡ് കൂടെ നിന്നാൽ മാത്രം പോരാ. എന്ത് ചെയ്യുക, കുറച്ച് സമയം കുഞ്ഞിനെ എടുത്തിട്ട് നീ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവരെ കിടന്നുറങ്ങാൻ പറയുക. എന്നിട്ട് കുഞ്ഞിനെ നോക്കുക. അവർക്ക് ഇനഫായിട്ടുള്ള സ്ലീപ്പ് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്തിരിക്കണം. കുഞ്ഞിന് പാല് കൊടുത്ത് കുഞ്ഞ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ കുഞ്ഞ് ഉറങ്ങിക്കോളും. ആ സമയത്ത് വീട്ടിലുള്ള റിലേറ്റീവ്സിനോ ഹസ്ബൻഡിനോ ആർക്കെങ്കിലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കുഞ്ഞിനെ കെയർ ചെയ്യാം. കുഞ്ഞിനെ നിങ്ങളുടെ കൂടെ കിടത്താം. എന്നിട്ട് അമ്മ ഒന്ന് ഉറങ്ങി കറക്റ്റായിട്ട് ഉഷാറായിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് വീണ്ടും പാല് കൊടുക്കാൻ സമയമാകുമ്പോഴത്തേന് കൊണ്ടുവന്നാൽ മതി, അല്ലേ? അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുക, സ്നേഹത്തോടെ അവർ കഴിപ്പിക്കുക. പിന്നെ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ എല്ലാവരും എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് പോകുന്നതിന് പുറമേ അമ്മയ്ക്ക് സുഖമാണോ, അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, ഇഷ്ടങ്ങളുണ്ടോ, അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഈ പ്രസവക്കുളി എന്ന് പറയുന്നത്, പ്രസവക്കുളിയുടെ എക്സ്ട്രീം ലെവലിലോട്ട് പോകരുത്. ഓക്കെ, ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്ത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് നല്ല റിലാക്സേഷനാണ് കിട്ടുന്നത്. അതിനേക്കാൾ ഉപരി ഈ ചില ആൾക്കാർ വന്നിട്ട് ഭയങ്കരമായിട്ടിട്ട് ചവിട്ടി മെതിച്ച് ഉഴിഞ്ഞ് തിളച്ച വെള്ളം കോരി പുറത്തുകൂടെ ഒഴിച്ച് അത്രയും അവരെ അങ്ങ് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അമ്മയ്ക്ക് ഇഷ്ടത്തോടെ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുളിയും ഉഴിച്ചിലും പ്രസവരക്ഷയൊക്കെ ചെയ്താൽ മതി, അല്ലേ? ഒന്നും ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കാതിരിക്കുക. അവരും ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അവരും മെച്ചുവർ ഇനഫ് ആണ്, അല്ലേ? ഒരു അമ്മയാവുക എന്ന് പറയുമ്പോൾ അവർ മെച്ചുവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടത്തോടു കൂടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, അവർക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ആ രീതിയിലോട്ടൊക്കെ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആരോഗ്യകാര്യത്തിലായാലും ഉറക്കത്തിൻ്റെ കാര്യത്തിലായാലും, അതുപോലെ ഇടയ്ക്കൊക്കെ കുറച്ച് 28 വരെ വീട്ടിന് പുറത്ത് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. അവരും കുറച്ചൊക്കെ പുറത്ത് പോകട്ടെ, കുറച്ചൊന്ന് നടക്കാൻ പോകട്ടെ, ഹസ്ബൻഡിനോടെ ജസ്റ്റ് പുറത്ത് പോയിട്ട് വരട്ടെ. പോയിട്ട് വന്നു എന്ന് വെച്ചിട്ട് എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാനില്ല. അതിന് പൊടിക്കുഞ്ഞിന് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പുറത്ത് കൊണ്ടുപോകുന്നതിനോട്
എതിർപ്പ് പറയുന്നത് രോഗം വരാനുള്ള സാധ്യതയാണ്. അതിന് നമുക്ക് നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക, കുഞ്ഞിനെ വയറ് നിറച്ചിട്ട് വീട്ടിലാരെങ്കിലും ഏൽപ്പിച്ചിട്ട് നമുക്ക് പുറത്തു പോകാം. അങ്ങനെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.